ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് മധുരം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മധുരപ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ, എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാമല്ലോ. നല്ലൊരു അടിപൊളി ബർഫിയാണ് കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേഗം തന്നെ. നമ്മൾ ബേക്കറിയിലൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ ബർഫിയും പേടയും അങ്ങനെയൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബദാം, അതിനൊന്നും ഒരു കറക്റ്റ് അളവൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വാൾനട്ടും കുറച്ച് പിസ്ത കേട്ടോ, മൂന്നൂടെ എടുത്ത് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ ജാറിൽ നന്നായി പൊടിയാണ്ട് ഫൈൻ പൗഡറായി പോകാണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കടിക്കാൻ പാകത്തിന്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ, അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ 3 കപ്പ് മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി, 3 കപ്പ് പാൽപ്പൊടിക്ക് 1 കപ്പ്, അതേ കപ്പിൽ തന്നെ നമ്മൾ ഏത് കപ്പിലാണോ പാൽപ്പൊടി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ പാലെടുക്കുക. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ RKG ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ, നമ്മൾ 3 കപ്പല്ലേ പാൽപ്പൊടി എടുത്തത്, അപ്പോൾ 3 കപ്പ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അത് ചെറിയ തീയിലിടുക, പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ആക്കിയെടുക്കണം കേട്ടോ. ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇത് മിക്സാക്കി എടുത്തിട്ട് കട്ടകളൊന്നും കെട്ടാണ്ട് കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ മിക്സാക്കിയ ശേഷമാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തത്. പാലൊക്കെ ഇട്ട് മിക്സാക്കിയ ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടുക കേട്ടോ. അതാണ് കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കട്ടിയൊന്നുമില്ലാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് എടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റണം. ഇതിൽ തന്നെ വെച്ചാൽ വീണ്ടും ഇത് ഡ്രൈ ആയി പോകും. ഒത്തിരി ഡ്രൈ ആകരുത് കേട്ടോ, കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു അംശം പിന്നെ ഈ ഒരു മിക്സിൽ വേണം നമുക്ക്, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉണ്ട പിടിക്കാനും കിട്ടാനും ബുദ്ധിമുട്ട്, സ്ക്രാച്ച് വീഴും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മിക്സ് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിൽ കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചതാണ്. ബാക്കി നമുക്ക് തേച്ചു നമ്മളെ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം, ബർഫിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട്, ഇപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട് ഈ മിക്സ്. അതുകൊണ്ട് ഞാൻ സ്പാച്ചില കൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സാക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നല്ല അതായത് ഈ സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഒരേ അളവിൽ തന്നെ പരമാവധി ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാകുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കൂടി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 2 ബൗളിലായിട്ട്. ഒന്നിൽ ഞാൻ കുറച്ച് പച്ച കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഒരു വെറുതെ ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. അതിൽ കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒന്ന് ഡിപ്പാക്കുകയാണ് ഈ ബർഫിന്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. അന്നേരം ചോക്ലേറ്റും കൂടി വരുമ്പോൾ, അതാ ഞാൻ പറഞ്ഞ മധുരം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ഇത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതൊരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ആയിക്കോട്ടെ. വെറുതെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ്.
ഇത് കടകളിലൊക്കെ നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നൊരു സാധനമല്ലേ ഇത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഞാൻ ഈ പച്ച കളറായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മിക്സിലേക്ക് ഓരോ പെർഫ്യൂം ഇട്ടിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർത്തത്. ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ നമ്മളെ, അതിൽ ഡിപ്പാക്കി എടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ പൊടിച്ച് വെച്ച ആ മിക്സിൽ നിന്ന് കുറച്ചിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.